ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ജൂൺ 8 ആണ്ടുവട്ടം 14-ാം വാരം ചൊവ്വ. തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി ദിവ്യബലി മധ്യേ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഈശോ ഊമനായ ഒരു പിശാചബാധനെ സൗഖ്യമാക്കുന്നതും ദൈവവിളിക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതും. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തെ ആഴമായ പരിചിന്തനത്തിന് വിധേയമാക്കുവാൻ സഹായിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത്. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയവിശാലത എനിക്കും നിങ്ങൾക്കുമുണ്ടോ എന്ന് ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്ന് ആത്മപരിശോധന നടത്താം. എൻ്റെ സഹോദരനോ സഹോദരിക്കോ ബന്ധുമിത്രാദികൾക്കോ അയൽവാസിക്കോ വേണമെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്കോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അതിനോടൊപ്പം സന്തോഷിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ വലിയൊരു ജനവിഭാഗം ഈശോ നടത്തിയ അത്ഭുതത്തെ നല്ല രീതിയിൽ വർണ്ണിക്കുമ്പോൾ ഒരു പറ്റം ഫരിസേയർ അതിനെ നിഷിദ്ധമായി വിമർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ സാധിക്കാതെ പോകുമ്പോൾ ദൈവത്തിന്റെ പരിപാലനയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ലഭിക്കാത്തതൊന്നും നല്ലതല്ല എന്ന് പറയുന്ന ഓരോ വ്യക്തിയും പണ്ട് കേട്ട ഈസോപ്പ് കഥയിലെ കുറുക്കന് തുല്യനാണ്. അവന് കിട്ടാത്ത മുന്തിരിയെല്ലാം പുളിപ്പുള്ളതായിരിക്കും. മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടാത്ത വിധം നമ്മളുടെ സ്നേഹത്തെ വിപുലീകരിക്കുവാൻ ഇന്നത്തെ സുവിശേഷം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയൊരു ആത്മീയ മനോഭാവം സ്വീകരിക്കുവാനായി നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ സുവിശേഷ വായനയുടെ പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ ഈശോ ചെയ്യുന്നുണ്ട്. തുടരെ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഒരുപാട് പേർക്ക് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. സാധിക്കുന്ന അത്രയും പേർക്ക് അവനാൽ കഴിയുന്ന നന്മ ചെയ്യുവാൻ ഈശോ പരിശ്രമിക്കുന്നു. ഒരുപാട് കയ്യടികളുടെ നടുവിൽ നിൽക്കുമ്പോഴും കൂടുതൽ പേരിലേക്ക് തന്റെ ശുശ്രൂഷ എത്തണമെന്നുള്ള ഈശോയുടെ മനോഭാവം നമ്മുടെ ഉള്ളില് ഉണ്ടായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും തന്നിലൂടെ മാത്രമേ നടക്കൂ എന്ന് വാശി പിടിക്കുന്ന ഒരു ഈശോയെയല്ല നമ്മൾ കാണുന്നത്. മറിച്ച് കൂടുതൽ പേരിലേക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കണം എന്നുള്ള ബോധ്യം ഉള്ളിലുള്ളത് കൊണ്ട് കൂടുതൽ സഹകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് നമ്മൾ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. സാധിക്കുന്നിടത്തോളം നന്മ സാധിക്കുന്നോളം പേർക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ നൽകുവാനായിട്ട് ഈശോയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ തൻ്റെ ദൗത്യം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കും വീതിച്ചു നൽകിയത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ 2-ാമത്തെ ഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത് നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും നിരുത്സാഹരാകരുത്. സാധിക്കുന്ന അത്രയും നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം മറ്റുള്ളവർക്ക് സമീപസ്ഥമാക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയോട് പറയുന്നത് ഇപ്പോൾ നമ്മളോടും പറയുന്നു. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ക്രിസ്തുവിനടുത്ത ആത്മീയ ബോധ്യത്തിലേക്ക് നിങ്ങൾക്കും വളരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു.